വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഏതാണ്ട് 1000-ലധികം വൈദികർ ഈ പരുമലയിൽ സമ്മേളിക്കുമ്പോൾ മലങ്കര സഭ മുഴുവനും ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മലങ്കര സഭയുടെ നാഡീവ്യൂഹമാണ് വൈദികർ. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് എത്തിക്കുകയും ആ സന്ദേശത്തിനനുസരിച്ച് അതിനെ രൂപപ്പെടുത്തുകയും ചൈതന്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദൗത്യമാണ്, നിയോഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് കേവലം പരിചയം പുതുക്കുന്നതിനോ വന്ന് കണ്ട് പോകുന്നതിനുള്ള ഒരവസരമല്ല. സമർപ്പിതരായി സഭയ്ക്ക് മുഴുവൻ ഒരു ദർശനവും ശക്തിയും ഉത്തേജനവും നൽകുവാൻ തക്കവണ്ണം ഈ സമ്മേളനം പര്യാപ്തമായി തീരണം എന്നുള്ളതാണ്. സഭയുടെ വെല്ലുവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമർപ്പിതരായ വൈദികരുടെ നേതൃത്വം വളരെയേറെ ആവശ്യമാണ്. പ്രത്യേകിച്ച് മേൽപ്പട്ടക്കാരെയും വൈദികരെയും അതിശക്തമായി പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന നിലയിൽ പണ്ട് ഇതുപോലെ ഒരു സമ്മേളനം നടന്നാൽ ഈ ഇട്ടാവട്ടത്തിൽ മാത്രം കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫിലുമൊക്കെ ഉള്ള ആളുകൾ ഒരു കസേര മാറ്റിയിട്ടാൽ പോലും അത് സൂക്ഷ്മതയോടെ നിരീക്ഷിക്കത്തക്കവണ്ണം അനേകം കണ്ണുകൾ നമുക്ക് നേരെ തുറന്നിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ സഭാശുശ്രൂഷ നിർവഹിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ആയതുകൊണ്ട് സഭാഗാത്രത്തെ സുന്ദരമാക്കുന്നതിന്, ശോഭനമാക്കുന്നതിന്, പ്രകാശപൂർണമാക്കി തീർക്കുന്നതിനുള്ള ഒരവസരമാണ്. വൈദിക സംഘം നേരത്തെ വൈദിക സംഘവും ബെസ്കിയാം അസോസിയേഷൻ 2 സംഘടനകളായി നിലനിന്നിരുന്നുവെങ്കിൽ കഴിഞ്ഞ ആനുവൽ കോൺഫറൻസും അതിനോടനുബന്ധിച്ച് പ്രത്യേകമായി ശ്രദ്ധിച്ചത് വൈദിക കുടുംബം മുഴുവനായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യം വരത്തക്ക വിധത്തിൽ അതിൻ്റെ വിവിധ ഘടകങ്ങൾ, പ്രത്യേകിച്ച് ബെസ്കിയാം അസോസിയേഷൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് ആരംഭിച്ചതാണ് ഒലിവ്. ഈ അമ്മമാർ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കൂടി എളിയ തോതിൽ തുടങ്ങിയതാണെങ്കിൽ ഇന്ന് അതൊരു വലിയ സാധ്യതകളുള്ള ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് സീനിയർ ഒലിവ് ഗൾഫ് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു 3 മാസത്തിലൊരിക്കൽ കൂടുകയും അതിൽ പങ്കെടുക്കുമ്പോഴാണ് അവർക്ക് സഭയോടുള്ള സ്നേഹവും കടപ്പാടുകളും, അത് മറ്റ് സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും ഇത് ദ ഫീൽ എ കോമൺ ഫാക്ടർ, അത് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈദഗ്ധ്യത്തിലാകുന്നവർ പലപ്പോഴും വളരെ പ്രഗത്ഭരായ വൈദികരും വൈദികരുടെ സഹധർമ്മിണിമാരും ഒക്കെ പറയുന്ന ഒരു പരാതി, അച്ഛനുള്ളപ്പോൾ എല്ലാവരും വിളിക്കും, ഇപ്പോഴൊരു മനുഷ്യരും വിളിക്കുകയില്ല എന്നുള്ളത്. അവരെയും ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. അങ്ങനെയുള്ള സംഗമം വളരെ വികാരനിർഭരമായ സംഗമമാണ്. അത് ആഘോഷിക്കുവാനുള്ളതല്ല, പക്ഷേ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സംഗമമാണ്. അതുപോലെ തന്നെയാണ് എല്ലാവരും വൈദികരാണെങ്കിലും സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുമ്പോൾ അവരുടെ മാനസിക ഭാവങ്ങളും അവരുടെ പ്രയാസങ്ങളും ആ ഒരു ഫെലോഷിപ്പ് ഭംഗിയാക്കുന്നതിന് വേണ്ടി റിട്ടയർ ചെയ്ത വൈദികരുടെ ഒരു സംഗമം, അത് വളരെ കൃത്യനിഷ്ഠയോടെ അതിൻ്റെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് സർവീസിലുള്ള വൈദികർക്ക് 10 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 11 നമുക്ക് തുടങ്ങാൻ ഒക്കുകയുള്ളൂ. എന്നാൽ റിട്ടയർ ചെയ്ത വൈദികരുടെ ഒരു മീറ്റിംഗ് 10 മണി എന്ന് പറഞ്ഞാൽ 9:30 തുടങ്ങാം. അതുപോലെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ അവർ ഈ കാര്യങ്ങളെല്ലാം സഹകരിക്കുന്നു. അങ്ങനെ വൈദിക സംഘം എന്ന് പറയുന്നത് വൈദികൻ ഒറ്റയ്ക്കല്ല, അവിവാഹിത വൈദികരുണ്ട്. എന്നിരുന്നാലും ഭൂരിപക്ഷവും വിവാഹിതരായ വൈദികർ അവരുടെ കുടുംബത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആരോഗ്യകരമായ ഒരു വൈദിക ശുശ്രൂഷ രൂപപ്പെടുന്നത്.
ആ ആളുകളെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിർത്തുവാനും, അത് പ്രത്യേക സംഘടനകളൊന്നുമല്ല, ഒരു ഫെലോഷിപ്പ് എന്ന നിലയിൽ ആ സൗഹൃദവും ബന്ധവും ഊട്ടിയുറപ്പിക്കുന്നതിന് കഴിഞ്ഞ ആനുവൽ മീറ്റിങ്ങിന് ശേഷമുള്ള സന്ദർഭങ്ങളിൽ അത് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ റിഫ്രഷർ കോഴ്സും ഭംഗിയായി, അതൊരു ദിവസമായിട്ട് ചുരുങ്ങി എങ്കിലും അതും ഭംഗിയായി പര്യവസാനിച്ചു. ഈ ആനുവൽ കോൺഫറൻസിന് ശേഷം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് വളരെയധികം മാനസികമായ പിരിമുറുക്കവും അതുപോലെ തന്നെ വളരെ കഴിവുള്ള ഒരുപാട് വൈദികരുണ്ട്. ആ വൈദികരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ, പ്രത്യേകിച്ച് ഒരു ബേൺഔട്ട് ഇടവകയിലേത് ഭവനത്തിലെയൊക്കെയുള്ള ശുശ്രൂഷയിലും പ്രവർത്തനത്തിലും ഒക്കെ ഒരു 3 ദിവസം വേറിട്ട് ശാന്തമായി ധ്യാനത്തിലും പൗരസ്ത്യ ഓർത്തഡോക്സ് ആധ്യാത്മികയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ധ്യാന പദ്ധതി റീഇഗ്നേറ്റ്, അതിൻ്റെ പേര് ഇപ്പോഴവർ കൊടുത്തിരിക്കുന്നത് കനലപ്പം എന്നാണ്. അത് എല്ലാവർക്കും ഉള്ളതല്ല, ആവശ്യക്കാർക്ക് വേണ്ടി ഒന്ന് കുമ്പസാരിക്കുവാൻ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചാൽ പട്ടമേറ്റതിന് ശേഷം കുമ്പസാരിക്കുവാനുള്ള അവസരം എത്ര നമ്മൾ ഉപയോഗിച്ചു എന്ന് ഓരോരുത്തരും ആത്മശോധന നടത്തുന്നത് നല്ലതാണ്. അതൊരു ചെറിയ ഗ്രൂപ്പ് 30 പേരുള്ളത് ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമായി സഭയുടെ പൊതു കേന്ദ്രങ്ങളിൽ വച്ച് പരിപൂർണമായ നിശബ്ദതയിലും ആധ്യാത്മിക പരിചരണത്തിലും വിശുദ്ധ കുമ്പസാരത്തിനും കുർബാനയും കൊണ്ട് പൂർത്തിയാകത്തക്കവണ്ണം, ഒരു റിജുവനേറ്റ് ചെയ്യത്തക്കവണ്ണം, ഒരു ആധ്യാത്മിക ചൈതന്യം ലഭിക്കത്തക്കവണ്ണം ആവശ്യക്കാർക്ക് അത് അനൗൺസ് ചെയ്യുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുന്ന 30 പേരെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു വർഷം ഒരു 3-4 ആളുകളുടെ ആവശ്യമനുസരിച്ച്. അതേപോലെ തന്നെയാണ് വളരെ നല്ല കഴിവുള്ള വൈദികരും തങ്ങളുടെ വിളിയെക്കുറിച്ച് ഒരു ഉൾബോധ്യം അത് ശക്തിപ്പെടുത്തുവാൻ, ലൈറ്റ് ടു ബ്രൈറ്റ് ആൻഡ് ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ്. പരിമല ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് MC പൗലോസച്ചൻ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറയും. അത് ഒരു 3 ദിവസം അത് പ്രത്യേകമായിട്ട് യങ് പ്രീസ്റ്റിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ അതും 30 പേര് മാക്സിമം പേരെ ഒരു പ്രാവശ്യം ഉൾക്കൊള്ളിക്കുവാനായിട്ടൊക്കെ ഉള്ളൂ. അതിനൊരു ചെറിയ ഫീസും കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റ് ഉള്ള ചിലവുകളെല്ലാം വൈദിക സംഘവും പരിമല ഹോസ്പിറ്റലും സബ്സിഡൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ചുരുങ്ങിയ ഒരു ചിലവിൽ അത് നമുക്ക് വളരെയേറെ പ്രയോജനമുള്ള ഒരു 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 വർക്ക്ഷോപ്പാണ്. അത് ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് എന്നുള്ള ഒരു തീം അടിസ്ഥാനപ്പെടുത്തി മാനസികമായും അതുപോലെ തന്നെ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയിലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും പുതിയ AI യുഗത്തിൽ എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്ന് തിരിച്ചറിയുവാൻ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതുപോലെയുള്ള നൂതന സംരംഭങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ പ്രയോജനം സഭാശുശ്രൂഷയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2 പദ്ധതികളാണ്. അത് കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്. അത് നേരത്തെ ആവശ്യപ്പെടുന്നവർക്ക് അതും ഒരു വർഷം ഒരു 3-4 പ്രാവശ്യമായിട്ട് അടുത്ത ആനുവൽ കോൺഫറൻസിന് മുമ്പ് ഏതാണ്ട് 400-500 വൈദികരിൽ ആ ശുശ്രൂഷ എത്തിക്കുവാൻ തക്കവണ്ണമാണ് വൈദിക സംഘം ആഗ്രഹിക്കുന്നത്. അതിൽ നിങ്ങളുടെയും ബാവാതിരുമേനയുടെയും അഭിനന്ദ പിതാക്കന്മാരുടെയും ഒക്കെ വളരെ ശ്രദ്ധാപൂർവമായ നിർബന്ധമുണ്ടെങ്കിലേ നമ്മുടെ വൈദികർ ഈ കാര്യത്തിൽ മനസ്സ് കാണിക്കുകയുള്ളൂ. മറ്റ് സഭകളെ അപേക്ഷിച്ച് ഒരുപാട് താലന്തും കഴിവും അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുവാനും നിയന്ത്രിക്കുവാനും അതിന് പ്രതിവിധി നിശ്ചയിക്കുവാനും പണ്ട് കണ്ടതുപോലെയുള്ളൊരു സഭാശുശ്രൂഷ ഇന്ന് ഫലപ്രദമല്ല. ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് ഇടവക കടന്നു പോകുന്നത്. നമ്മൾ കാണുന്നത് ഒരു ഐസ്ബർഗിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ. ഓരോ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ
അവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞാൽ ഒക്കുകയില്ല. അതുപോലെയുള്ള ഒരുപാട് സങ്കീർണമായ പ്രതിസന്ധികളെ എങ്ങനെ ഫലപ്രദമായി നേരിടുവാനും വിജയം വരിക്കുവാനും വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ ഇടവക ശുശ്രൂഷയിലും അതെങ്ങനെ ഫലവത്തായി ഉപയോഗിക്കാം എന്നുള്ളത് ഈ 2 വർക്ക്ഷോപ്പുകളിലൂടെ, ഒന്ന് പ്യൂർലി ആധ്യാത്മികമായ ശാന്തമായ ധ്യാനവും കുമ്പസാരവുമാണെങ്കിൽ മറ്റേത് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുമതലക്കാരെ നിങ്ങളെ അറിയിക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള ഒരു നിയമം അനുസരിച്ച് ആദ്യം വരുന്ന ആദ്യത്തെ 30 പേരെ ആയിരിക്കും അത് സെലക്ട് ചെയ്യുന്നത്. ഈ 2 പദ്ധതികളും ഇന്ന് പ്രതീകാത്മകമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യും. അത് ഈ അടുത്ത ആനുവൽ കോൺഫറൻസിന് മുമ്പ് ഏതാണ്ട് 65% ആളുകളിൽ അതെത്തിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടി അധ്വാനിക്കുന്നു. ഇതിൻ്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയുടെ നാഡീവ്യൂഹമാണ്. ആ നാഡീവ്യൂഹത്തിന് തളർച്ചയുണ്ടാകുന്നതാണ് ഇപ്പോൾ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് പല വിധത്തിൽ തളർച്ച ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയെ ഒരു ശക്തിയോടുകൂടി പുനർജനിപ്പിക്കുവാൻ, ഉത്തേജിപ്പിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ശോഭിപ്പിക്കുവാൻ നമ്മുടെ ഈ പ്രവർത്തനത്തിന് സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെയും പ്രിയപ്പെട്ട NN V. ജോർജൻ, ഈ മീറ്റിങ്ങൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബാഗ് കണ്ടാൽ അതിലെ സംരംഭങ്ങൾ എത്ര പേരുടെ അധ്വാനമാണ് അത് ആ വിധത്തിൽ നിങ്ങളിൽ എത്തിക്കുവാനായിട്ട്. ഒരു മാസം കൊണ്ട് അച്ഛനും അച്ഛൻ്റെ കുടുംബവും അച്ഛനോട് ചേർന്ന് ഒരു സംഘം വൈദികരും പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇത്രയും കുറ്റമറ്റ രീതിയിൽ ഇത് സംഘടിപ്പിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനും അച്ഛനോട് ചേർന്ന് റീജിയണൽ സെക്രട്ടറിമാർ, ഭദ്രാസന സെക്രട്ടറിമാർ ഒക്കെ പ്രവർത്തിക്കുന്നു. അവരെല്ലാവരെയും പ്രത്യേകം കൃതജ്ഞതയോടെ ഓർക്കുന്നു. അവരാണ് ഇത് ഏറ്റവും വിജയപ്രദമാക്കി തീർക്കുവാനായിട്ട് അധ്വാനിക്കുന്നത്. ഈ പ്രാവശ്യത്തെ തീം വിശ്വാസത്തിൻ്റെ കാവലാളെന്ന നിലയിൽ മിഥ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ 1700-ാം വാർഷികം കൊണ്ടാടുമ്പോൾ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരാധ്യാത്മിക പ്രവർത്തനം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും ഒരു പുതുക്കത്തിലേക്ക് പ്രവർത്തിക്കുവാനും വരുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരു നല്ല തീമാണ്. പരിശുദ്ധ ബാവാതിരുമേനിയുടെ ശാരീരികമായ ക്ലേശമുണ്ടെങ്കിലും ഈ ആധുനിക വൈദിക സംഘത്തിൻ്റെ ചരിത്രത്തിൽ ഈ വൈദിക സംഘവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പിതാവാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും പ്രസിഡൻ്റായിട്ടും ഇപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉപരിയായി നമ്മയെല്ലാം നയിക്കുന്ന പരിശുദ്ധ പിതാവ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മുഴുവൻ സമയവും നമ്മളോട് കൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഡയറിയിൽ നേരത്തെ എഴുതിയതാണ്. ഇപ്പോഴും ഡോക്ടർമാർ പറയുന്നെങ്കിലും ഞാനിവിടെ കാണും എന്നാണ്. അത് നമ്മളോടുള്ള സ്നേഹമാണ്. ആ വലിയ മനസ്സിന് മുമ്പിൽ ഏറ്റവും വിനീതമായി ഞങ്ങളുടെ കൂപ്പുകൈ സമർപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ മലങ്കര സഭയെ ശോഭനമായി നയിക്കുവാൻ ആ പിതാവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൂടിവരവ് ഒരു പുനർവിചിന്തനത്തിൻ്റെയും ഒരു വലിയ സമാഗമനത്തിൻ്റെയുമാണ്. പുതിയ പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടണം, പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടണം. അങ്ങനെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ദൈവസന്നിധിയിൽ നിറപടിയായി സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധുസൂദൻ നായരുടെ വാക്ക് എന്ന കവിത ഞാൻ തന്നെ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, പലരൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഈ അവസരത്തിൽ അത് ഞാനൊന്ന് ചൊല്ലുകയാണ്. നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാർ, നമ്മളെ നിയോഗിച്ചിട്ടുള്ള പിതാക്കന്മാർ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ ദൈവസമൂഹം മുഴുവനും നമ്മളോട് ചോദിക്കുകയാണ്. അവരെല്ലാം നക്ഷത്രങ്ങളെ പോലെ നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നത് പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. നക്ഷത്രങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ തന്ന അക്ഷരം നീ എന്തു ചെയ്തു? നമുക്കറിയാം, ആശാൻപള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ആദ്യത്തെ അക്ഷരമൊക്കെ എഴുതുന്ന എന്ത് പാടുപെട്ടാണ്. അങ്ങനെ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകളും വാക്കുകൾ ചേർത്ത് ആശയങ്ങളുമൊക്കെ ഈ വലിയ ആശയപ്രപഞ്ചം സൃഷ്ടിച്ച് ഈ ലോകത്തിൽ സുഖമായി ജീവിക്കുമ്പോൾ
ആരംഭത്തിൽ എഴുതിയ അക്ഷരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്, ഗുരുക്കന്മാർ നമ്മളോട് ചോദിക്കുകയാണ്, സഭ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം. നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നെ അക്ഷരം നീ എന്തു ചെയ്തു? നിൻ പ്രാണനാൽ എത്ര വിളക്കു നീ കൊളുത്തി? ഈ ലഭിച്ച അവസരങ്ങൾ, ഈ ലഭിച്ച സാഹചര്യങ്ങൾ, ഈ ലഭിച്ച നൽവരങ്ങൾ എത്ര പേരുടെ ഹൃദയത്തിന് പ്രകാശം പരത്തുവാൻ സാധിച്ചു? എത്ര പേരുടെ മനസ്സിനെ തണുപ്പിക്കുവാൻ സാധിച്ചു? എത്ര പേരെ വിഷമത്തിലിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ സാധിച്ചു? നിൻ പ്രാണനാൽ എത്ര വിളക്ക് നീ കൊളുത്തി? അവസാനം ചോദിക്കുന്നുണ്ട്, നാളെ നമ്മളെ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? നാളത്തെ യജ്ഞത്തിന് എന്ത് ഹവിസായി നൽകി? നാളത്തെ തലമുറ നമ്മെ ഓർമ്മിക്കുന്നത് ഇങ്ങനെ ജീവിച്ചു കടന്നുപോയി എന്നുള്ളതല്ലാതെ നാളത്തെ തലമുറ ഓർമ്മിക്കുവാൻ തക്കവണ്ണം എന്താണ് നീ കരുതിയിട്ടുള്ളത്? മറ്റുള്ള തലമുറ പറയുവാൻ തക്കവണ്ണം ചെയ്തു വെക്കുകയോ ചെയ്യുവാൻ തക്കവണ്ണം എഴുതി വെക്കുകയോ ചെയ്ത് ഈ സമൂഹത്തിന് സംഭാവനകൾ നൽകുവാൻ നീ എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ്. ഈ 3 ചോദ്യവും എല്ലാ ദിവസവും നമ്മളോട് ചോദിക്കണം. അതിന് നല്ല ഉത്തരം ലഭിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ മുഖപ്രസന്നതയോടെ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. സഭ നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യം അതനുഗ്രഹീതമായി അനേക ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുവാനും, അതുമാത്രമല്ല അടുത്ത തലമുറ വളരെ സന്തോഷത്തോടെ, ആർദ്രതയോടെ, അഭിമാനത്തോടെ ഓർക്കുവാൻ തക്കവണ്ണം ആ അക്ഷരപ്രപഞ്ചത്തെ ഈ സമൂഹത്തിന് സമർപ്പിക്കുവാൻ, ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ സമർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൃഹത്തായ സമ്മേളനം, 1000 പേര് കൂടുന്ന ഒരു സമ്മേളനം, അതിൻ്റെ ഭക്ഷണ ക്രമീകരണമായാലും പ്രോഗ്രാം ക്രമീകരണമായാലും ഒക്കെ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്. അവരെല്ലാവരെയും ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടെ ഓർക്കുന്നു. മലങ്കര സഭയുടെ പിതാക്കന്മാരെല്ലാവരും തന്നെ ഇവിടെ നാട്ടിൽ അവൈലബിളായിട്ടുള്ളവരെല്ലാം നമ്മളോടൊപ്പമുണ്ട്. അവരെ കാണുന്നതിനും അവരോട് ഇടപെടുന്നതിനും അവരുടെ സാന്നിധ്യവും വിലമതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമാണ് ഈ സമ്മേളനത്തെ കൂടുതൽ ചൈതന്യപ്രദമാക്കി തീർക്കുന്നത്. സഭയുടെ ഒരു പുതിയ ദിശ, പുതിയ ദർശനം നമ്മളിൽ നിന്ന് രൂപപ്പെടുവാൻ തക്കവണ്ണം ഈ സമ്മേളനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അതിന് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.